ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ആയിരിക്കും. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് വലിയൊരു ക്ഷമാപണത്തിൻ്റെ, രാജീവിൻ്റെയും ശിവൻ്റെയും അതുപോലെ ഗംഗാധരൻ്റെയും ഒക്കെ ഒരു ക്ഷമാപണം അലീനയുടെ മുൻപിൽ നടത്തുന്നു. ശിവശങ്കറാങ്കിൽ കാലിൽ തൊട്ട് ക്ഷമ ചോദിക്കുന്ന ഒരു മനോഹരമാകുന്ന രംഗമൊക്കെയുണ്ട്. ഇതൊക്കെ കണ്ട് ബാലചന്ദ്രൻ അഭിമാനം കൊള്ളുന്ന ചില നിമിഷങ്ങളുണ്ട്. എന്നാൽ തൻ്റെ പകയുടെ ഒരംശം പോലും ബാലചന്ദ്രന് കുറയുന്നില്ല എന്നുള്ളതും നാളത്തെ എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അതിനുശേഷം നമ്മൾ കാണുന്ന അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗംഗാധരൻ തൻ്റെ ആരും പറയും മുമ്പ് അല്ലെങ്കിൽ ആരും ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെ എനിക്ക് മനസ്സിലായിരുന്നു എന്ന് പറഞ്ഞ്, നീ എൻ്റെ സഹോദരിയുടെ മോളല്ലേ, നിൻ്റെ ഏതാവശ്യത്തിന് ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അലീനയെ ചേർത്ത് നിർത്തുകയും അലീനയ്ക്ക് വേണ്ട സപ്പോർട്ടുകൾ, അവളുടെ ഭാവി ജീവിതത്തെ പോലും ചിന്തിച്ചുകൊണ്ട് ഗംഗാധരൻ ചില നിലപാടുകളൊക്കെ എടുക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിൽ. ഇതിനിടയ്ക്ക് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ബാലചന്ദ്രനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന ബാലചന്ദ്രന് ഒരുപാട് ആശ്വാസം കൊടുക്കുന്ന ഗംഗാധരനെയാണ് കാണുന്ന. അറിവിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും അല്ലെങ്കിൽ പൊതുജനവുമായിട്ടുള്ള ഇടപെടലിൻ്റെ ഒരു മാന്യമാകുന്ന ഒരു ഇടപെടലാണ് ഗംഗാധരൻ നിന്ന് ബാലചന്ദ്രനും അലീനയ്ക്കും ഒക്കെ ലഭിക്കുന്നത് കേട്ടോ. അതിനുശേഷം കാണുന്നത് എന്തായാലും ബാലചന്ദ്രൻ പറഞ്ഞിരിക്കുന്ന ചില വ്യവസ്ഥകൾ പാലിക്കുവാൻ ഗംഗാധരൻ ശിവനോടും രാജീവിനോടും ഒക്കെ ഓർഡർ കൊടുക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അതിൽ വഴങ്ങുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. ഇനി മുതൽ അലീനയ്ക്ക് ഒരുപാട് ആളുകളുള്ള ഒരു കുട്ടിയായിട്ട്, അച്ഛനും അമ്മയും സഹോദരങ്ങളും സഹോദരിയും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയായിട്ട് തന്നെ അവിടെ നിൽക്കുന്ന ബാലചന്ദ്രനോടൊപ്പം ജീവിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അതിനുശേഷം കാണുന്നത് അതിനോടൊപ്പം തന്നെ അലീനയോടുള്ള ഒരു പ്രണയം തുറന്ന് പ്രകടമാക്കുവാൻ ശ്രമിക്കുന്ന മനുവിനെയൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിലുണ്ട്. കാരണം അലീന തിരിച്ചു കിട്ടിയെന്ന സന്തോഷം കേട്ടപ്പം മുതൽ കാറുമായി പാഞ്ഞ് വീട്ടിലെത്തുകയും അങ്ങനെ അലീനയെ സ്നേഹം കൊണ്ട് മൂടുകയൊക്കെ ചെയ്യുന്നതാണ് നാളത്തെ എപ്പിസോഡ് കാണാൻ കഴിയുന്ന. അതിനോടൊപ്പം പെട്ടെന്ന് പരിസരബോധം മറന്ന് അലീനയെ കെട്ടിപ്പിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് കൃഷ്ണമോൾ അവിടെ നിന്ന് രസകരമാകുന്ന രീതിയിൽ വിലക്കുകയും അതിനുശേഷം കൃഷ്ണമോൾ പറയുകയാണ്, ഇപ്പോൾ എന്തായാലും ഞാനിവിടെ നിന്നത് നന്നായി, അല്ലെങ്കിൽ എല്ലാ സന്തോഷവും സ്നേഹവുമൊക്കെ ഒരു ഹക്കിൽ തീർത്തേനം എന്ന് പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ഇനി സന്തോഷത്തിൻ്റെ ദിവസമാണ് അലീനയ്ക്കുള്ളത് എന്നതിന് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ രേവതിക്കുട്ടിയെ അന്വേഷിച്ചൊരു പുതിയ താരം നാളെ മുതൽ എത്തുന്നുണ്ട്. രേവതിക്കുട്ടിയുടെ അലീനയ്ക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ഇപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ആയതുപോലെ രേവതിക്കുട്ടിക്കും അച്ഛനും അമ്മയും ഉണ്ട് എന്നൊരു വെളിപ്പെടുത്തലുമായിട്ട് ഒരു വ്യക്തി നാളത്തെ എപ്പിസോഡിൽ വരുന്നുണ്ട്. അത് നമ്മുടെ മാമച്ചനും മാമിക്കും ഒരുപാട് സങ്കടമുണ്ടാക്കുകയും ഇപ്പോൾ നിലവിൽ രേവതിക്കുട്ടി അവരുടെ മോളായിട്ട് അവർ സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അമ്മയെന്നും പപ്പായെന്നും വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രേവതിക്കുട്ടി എത്തിയ സമയത്ത് രേവതിക്കുട്ടിയെ പറിച്ചെടുക്കുവാൻ വേണ്ടി ചില വ്യക്തികൾ വരുന്നത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും അലീനയുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ സന്തോഷകരമാകുന്ന ഒരു എപ്പിസോഡായിരിക്കും നാളെ മുതൽ കാണാൻ പോകുന്നത്. അതിനോടൊപ്പം ഈ സത്യമെല്ലാം അറിഞ്ഞ വൈജയന്തി വീണ്ടും വയലൻ്റ് ആകുകയും അല്ലെങ്കിൽ ആശുപത്രി കിടക്കൽ വെച്ച് തന്നെ എന്തോ ഒരു പ്രത്യേക അവസ്ഥയിലേക്കൊക്കെ മാറുന്നതൊക്കെ നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു ഭാഗത്തുണ്ട്. എന്തായാലും ഇതൊരു പ്രമോ വിശേഷമാണ്. നാളത്തെ റിയൽ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.